പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവം അതിമഹത്തരമായി നിങ്ങളെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? നമ്മളോട് ദൈവം ഒരു വാഗ്ദത്തം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കാൻ സർവശക്തനാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും, ഏതൊക്കെ വഴികൾ ആരൊക്കെ അടച്ചാലും, ദൈവം ഒരു വാഗ്ദത്തം നിങ്ങളുടെ മേലും എൻ്റെ മേലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. 148 കോടി ജനം മാറിയിരുന്ന് തലകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവമിട്ട വാഗ്ദത്തം ഒരിക്കലും മാറത്തില്ല. അതുകൊണ്ട് യെശയ്യാവ് 22:22 ഇങ്ങനെ പറയുന്നു, ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ അത് തിരിച്ചു വരത്തില്ല. ദൈവം ഒരു ദൗത്യം ഒരുവന് മേൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കാൻ ദൈവം സർവശക്തനാണ്. ഇന്ന് പകലിലും പ്രതീക്ഷ അറ്റവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം എന്തെന്നറിയാമോ? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ആ യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആ യേശു എന്റെ അടയാളമാക്കി മാറ്റും. ആ യേശു എന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു അതിശയമാക്കി മാറ്റും. എന്റെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ ക്രിസ്തുവിൽ ഞാൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർക്കായി ചില ദൈവികമായ ദൂതന്മാരുടെ സാന്നിധ്യം ഇന്ന് പകലിലും വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. സങ്കീർത്തനം 91 സങ്കീർത്തനം, ആമേൻ, അതിന്റെ 11, 12 വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആമേൻ. ഒരു വാഗ്ദത്ത സന്ദേശം ഇന്ന് പകലിലും കേൾക്കുവാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആമേൻ. കേട്ട വാഗ്ദത്തം നമ്മൾ കാണണമെങ്കിൽ നമുക്കെതിരായി ഉയരുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളെയും തകർത്തു കളയുവാൻ ദൂതന്മാരെ ദൈവം നമുക്കായി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയാമോ? അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ഈ വാക്യത്തിനനുസരിച്ച് ജീവിക്കുന്നവനാണ് 91 സങ്കീർത്തനത്തിന് താഴോട്ടുള്ള ഓരോ വാക്യങ്ങളും പ്രകടമാകുന്നത്. അതുകൊണ്ട് 11, 12 വാക്യങ്ങൾ ഈ വാക്യത്തിന് അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യനാണോ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു ദൈവ അനുഭവം, ഒരു ദൈവിക അനുഭവം, ഒരു ക്രിസ്തീയ അനുഭവം ഇന്ന് പകലിൽ നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ നമ്മളിലൂടെ തന്നെ ദൈവം മുന്നോട്ട് കൊണ്ടുവരും. അത് കാണുവാനുള്ള ദൈവകൃപ നമുക്ക് ഈ ദിവസങ്ങൾ ലഭിക്കുവാൻ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ഇവിടെ ഇതാ പറയുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി ആമേൻ പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നീ ഒരിക്കലും ഉടഞ്ഞു പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നു, ജീവനും സമൃദ്ധിയായ ജീവനും നൽകുവാനത്രേ യേശു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുന്നമേ അവൻ ഈ താണലോകത്തിലേക്ക് സകല സ്വർഗീയ മഹിമകളും വിട്ടുകളഞ്ഞിട്ട് തന്റെ പിതാവിന്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ 30 വയസ്സ് വരെ അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനും മാതൃകയായി ജീവിച്ച് 3.5 വർഷം കൊണ്ട് തന്നിൽ അർപ്പിച്ച ആ ദൗത്യത്തെ പൂർത്തീകരിച്ച് കടന്നു പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, അവൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. ആ നമ്മളോട് കൂടെയുള്ള ദൈവം ഇമ്മാനുവേലായി നമ്മുടെ പ്രതിസന്ധികൾ തളർന്നു പോകാതിരിപ്പാൻ, നമ്മുടെ പ്രതികൂലങ്ങൾ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ
കൂടെ യേശുവുണ്ട്. എത്ര പേർ ഇന്ന് വിലപിക്കുന്നവരുണ്ടായിരിക്കാം, കരയുന്നവരുണ്ടായിരിക്കാം, മക്കളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, ശുശ്രൂഷയെ ഓർത്ത് കരയുന്ന അനേകം പേർ കാണുമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ അനാഥരല്ല. നിങ്ങളെ കാക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ പോറ്റിപ്പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ അനാഥനായി വിട്ടിട്ട് മാറിയിരുന്ന് ചിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ പ്രതിസന്ധികളിൽ ഏറ്റവും അടുത്ത തുണയായി, തക്ക തുണയായി, തക്ക സംരക്ഷകനായി, മാറാത്തവനായി, മറക്കാത്തവനായി, മുടക്കാത്തവനായി, മറയ്ക്കുന്നവനായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആമേൻ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടത് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ ദിവസങ്ങളിൽ ആമേൻ, നമ്മുടെ വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിന്റെ കരങ്ങളിൽ അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തിന്റെ നീളം കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ അനുഭവത്തിന് നീ പങ്കാളിയായി ദൂതന്മാരെ കൊണ്ട് നിന്നെ കാക്കുവാനും നിന്നെ സംരക്ഷിക്കുവാനും അവൻ ആമേൻ ആ ദൂതന്മാരുടെ കൈകളിൽ വഹിച്ചു കൊള്ളുവാനും ദൈവം സർവശക്തനാണ്. അതിനായിട്ട് ഇന്ന് പകലിൽ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തു ജീവിതം നമ്മളിൽ പ്രകടമായാൽ നമ്മളിലൂടെ ദൈവത്തിന് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യും. അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you.